കുക്കുംബർ ടൈപ്പ് ആയിട്ടുള്ള ചെടികളിൽ വരുന്ന ഗമ്മി സ്റ്റംബ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഡിസീസ്. ഇത് കാണപ്പെടുന്ന സമയത്ത് ഒരു ബ്രൗൺ കളറിലുള്ള സെക്രീഷൻസ് ആ പ്ലാന്റിൻ്റെ തൊലി പൊട്ടിയിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കണ്ടു കഴിഞ്ഞാൽ ആ അസുഖം കാണപ്പെടുന്ന ഭാഗത്തിന് താഴേക്കുള്ള ഭാഗത്തേക്കും നല്ല രീതിയിൽ ഡാമേജസ് ഉണ്ടാകും. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ഫംഗൽ ഡിസീസാണ്, ചെടീനെ ബാധിക്കുന്ന ഒരു ഫംഗൽ ഡിസീസാണ്. കറക്റ്റായിട്ടുള്ള സമയത്ത് ഇതിനെ കാണുകയും ശ്രദ്ധിക്കുകയും ഇതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ ഇത് പിന്നീട് നമുക്ക് ലക്ഷണങ്ങളായിട്ട് ഇലയിൽ വരുന്ന അകാരണമായിട്ടുള്ള കരിച്ചിൽ, അത് എപ്പോഴും ഇലയുടെ ഒരു സൈഡിൽ നിന്ന് കരിച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇലയുടെ നടുഭാഗത്തേക്ക് വന്ന് പൂർണ്ണമായിട്ട് കരിയുന്ന ഒരു രീതിയിലത്തെ ലക്ഷണമാണ് ചെടിയിൽ കാണിക്കുക. ഇലയിലെ ഈ കരിച്ചിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ അഗ്രഭാഗത്തു നിന്നായിരിക്കാം കരിച്ചിൽ കയറുക, അതല്ല എങ്കിൽ അതിൻ്റെ പല പല ഭാഗത്തു നിന്ന് ചെറിയൊരു വാട്ടർ സോക്ഡ് ആയിട്ടുള്ള ഏരിയ കണ്ടിട്ട് ഇതേപോലുള്ള ഒരു കരിച്ചിൽ കയറുകയും മൊത്തത്തിൽ ഈൽഡിനെയും പ്ലാന്റിൻ്റെ ലൈഫിനെയും ബാധിക്കുന്ന രീതിയിൽ ഈ അസുഖം പടർന്നു പിടിക്കും. അതിനെപ്പോഴും കൃത്യമായ രോഗനിർണയവും ഫംഗിസൈഡ് ആപ്ലിക്കേഷനും നിർബന്ധമാണ്. കെമിക്കൽ പോവുകയാണെങ്കിൽ ഇതിന് നമുക്ക് കവച് എന്ന് പറയുന്ന സിഞ്ചൻഡ കമ്പനിയുടെ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ അസോക്സിസ്ട്രോബിൻ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു കുമിൾനാശിനി നമുക്ക് കൊടുക്കാം. ഈ രണ്ട് കുമിൾനാശിനിയും മാംഗോസബ് എന്ന് പറയുന്ന കുമിൾനാശിനിയും അത്യാവശ്യത്തിന് ഫലപ്രയോഗമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇങ്ങനെയുള്ള ചെടികളെ, സെൻസിറ്റീവായിട്ടുള്ള ചെടികളെ എപ്പോഴും രോഗങ്ങൾ വരുന്ന സമയത്ത് ഇതിൻ്റെ സെൽവാൾ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് ഫംഗൽ രോഗങ്ങൾ ചെടിയുടെ ഉള്ളിൽ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാൽഷ്യം കമ്പോണൻറ്റ് നല്ല രീതിയിൽ ചെടിക്ക് ചെല്ലുന്ന രീതിയിലുള്ള ഫോളിയർ സ്പ്രേ കൊടുക്കണം, എസ്പെഷ്യലി കാൽബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ അങ്ങനെ കാൽഷ്യം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുത്താൽ നാച്ചുറലായിട്ട് സെൽവാൾ തിക്കനിങ് ആകും. ഫംഗൽ മൈസീലിയ കൂടുതലായിട്ട് ചെടിയുടെ ഉള്ളിലേക്ക് എൻ്റർ ആകാതെ നല്ല രീതിയിൽ ഇതിനെ നിലനിർത്താൻ പറ്റും. പിന്നെ ബയോളജിക്കലായിട്ടുള്ള ട്രൈക്കോഡർമ എന്ന് പറയുന്ന നാച്ചുറൽ ഫംഗിസൈഡ് നമ്മൾ ആ മൈക്രോബിയൽ കൾച്ചർ നല്ല രീതിയിൽ മണ്ണിൽ കൊടുക്കുക. അതേപോലെ ബാസിലസ് സബ്സ്റ്റിലസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റും, ഈ രണ്ട് സാധനത്തിൻ്റെയും നല്ല രീതിയിലത്തെ ഉപയോഗം തീർച്ചയായിട്ടും മണ്ണിൽ നമ്മൾ കൊടുക്കണം. പൂർണ്ണമായിട്ടും കെമിക്കലിനെ ആശ്രയിക്കാതെ ബയോളജിക്കൽ പ്രൊഡക്റ്റ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡിൽ പോയാൽ മാത്രമേ ഇതിനെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും അസുഖം വരാതെ മാക്സിമം ഉൽപ്പാദനം നമുക്ക് ഈ കൃഷിയിൽ നിന്ന് എടുക്കാനും പറ്റുള്ളൂ.